ഹായ് ഡിയേഴ്സ്, ഏഴാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഓണപരീക്ഷയുടെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, പാതയെ വിലങ്ങി വലിയൊരു വൃക്ഷം വീണ് കിടക്കുന്നു. അത്യധികം ഈർപ്പമുള്ള അതിൻ്റെ വേരുകളിൽ നിന്നും തായ്തടിയിൽ നിന്നും ജലം കിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തടിയിലാകെ ചെറിയ ദളങ്ങളോട് കൂടിയ പൂക്കൾ. അതൊരു പടർന്നു കയറുന്ന ചെടിയായിരുന്നു. ആ വൃക്ഷത്തെ ഒന്നാകെ പൊതിഞ്ഞു നിന്നിരുന്ന ചോലക്കാടുകളിൽ അധികവും മൃദുലമായ ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങളായിരിക്കും. ഏതാണ്ട് സ്പോഞ്ച് പോലെ തോന്നിക്കുന്നവ. പൂപ്പലുകളും ചില കുമിളകളുമൊക്കെ അവയിൽ കാണാം. താപനില കുറവായ ചോലക്കാടുകളിൽ എവിടെ നോക്കിയാലും നീരൊഴുക്കുകൾ കാണാം. കാടിനകത്തളം മുഴുവൻ പൊഴിഞ്ഞു വീണ ഇലകളാൽ ഈർപ്പമാർന്ന ജലമെത്തകൾ പോലെ കാണാം. ആ ഇലകളൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അനേകം സൂക്ഷ്മജീവികൾ. വൃക്ഷങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായൽ സൂക്ഷ്മതയോടെ അടർത്തി മാറ്റിയാലാകട്ടെ അതിനിടയിലും ചെറുജീവനുകളെ കാണാം. കുറഞ്ഞ ലഭ്യതയുള്ള ഇടങ്ങളിൽ ഇത്തരം കാഴ്ചകളൊന്നും അധികം കാണുവാനാകില്ല. അവിടം നേരിട്ട് സൂര്യപ്രകാശം വീഴുകയാണെങ്കിൽ മണ്ണ് വല്ലാതെ വരണ്ടുപോകും. എങ്കിലും ചോലക്കാട് വേഗതയോടെ അവിടെ പുതുനാമ്പുകൾ മുളപ്പിച്ച് ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർഷകാലമാകുമ്പോൾ തൈകൾ വേഗതയോടെ വളർന്നു വന്ന് കാടിൻ്റെ തുറന്ന മേലാപ്പ് അടിച്ചു കളയുവാൻ ശ്രമിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിന് കാടിൻ്റെ തറയിലേക്ക് നേരിട്ട് പതിക്കുവാനാകാതെ വരും. കാടതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരികെ എത്തുകയായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എക്സാമിന് വരുന്നുണ്ടാകുക. ഒന്നുകിൽ ഒരു കവിതയായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ഇരിക്കാം, ഇതുപോലൊരു പാരഗ്രാഫ് നൽകിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അല്ലേ. മൃദുലമായ ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ എന്ന പ്രസ്താവനയ്ക്ക് യോജിച്ചത് കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ചോലക്കാടുകളിൽ കാണാൻ കഴിയും, കാടുകളിൽ കാണാൻ കഴിയും, കാടിൻ്റെ പരിസരങ്ങളിൽ കാണാൻ കഴിയും, നാട്ടുവഴികളിൽ കാണാൻ കഴിയും. ഉത്തരം നമുക്കറിയാലോ, നമ്മളിപ്പോൾ വായിച്ചു അല്ലേ. എന്തായിരുന്നു? ചോലക്കാടുകളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ. തന്നിരിക്കുന്ന ഗദ്യഭാഗത്തിൻ്റെ ആശയത്തോട് കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വിവിധതരം മരങ്ങളും അവയുടെ പ്രത്യേകതകളും. മരങ്ങളും ചെറുജീവികളും ചേർന്ന കാടിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി. മരത്തടികളുടെ പ്രായം, ബലം, വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മരങ്ങളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളും അവയുടെ ആഹാരവും. തന്നിരിക്കുന്ന ഗദ്യഭാഗത്തോട് ആശയത്ത് കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് ഏതാണ് വരിക? മരങ്ങളും ചെറുജീവികളും ചേർന്ന കാടിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി എന്നുള്ളതാണല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ പ്രകൃതി നിരന്തരം ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ധാരാളം മഴ പെയ്യിച്ച് പുതുനാമ്പുകൾ മുളപ്പിച്ച് ജലം ഒഴുകി പോകുന്നതിനെ തടഞ്ഞ് ഇലകൾ കൊണ്ട് പുതപ്പുണ്ടാക്കി. ആൻസർ എന്താ വരിക? പുതുനാമ്പുകൾ മുളപ്പിച്ചാണല്ലേ. പുതുനാമ്പുകൾ മുളപ്പിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ കാടിൻ്റെ ജൈവ പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത ഗണം ഏത്? കാടിൻ്റെ ജൈവ പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത ഗണം ഏത്? സൂര്യപ്രകാശം, വൃക്ഷങ്ങൾ, പായൽ, തളിര്. ഓപ്ഷൻ ബി സൂര്യപ്രകാശം, സ്പോഞ്ച്, പായൽ, തളിര്. ദെൻ ഓപ്ഷൻ സി സൂര്യപ്രകാശം, വൃക്ഷങ്ങൾ, പൂപ്പൽ, തളിര്. ദെൻ ഓപ്ഷൻ ഡി സൂര്യപ്രകാശം, നീരൊഴുക്ക്, വൃക്ഷങ്ങൾ, തളിര്. ഏതാണ് ആൻസർ? സൂര്യപ്രകാശം, സ്പോഞ്ച്, പായൽ, തളിര് എന്നുള്ളതാണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശീർഷകത്തിൻ്റെ ഔചിത്യം എന്നുള്ളതാണ് അല്ലേ. എനിക്കിവിടെ സുഖം തന്നെ, നല്ല ഭക്ഷണം, കുളി, മഴയും വെയിലും കൊള്ളാതെ ഉറക്കം, ഇടയ്ക്കൊരു കുര, വാലാട്ട്, കഴുത്തിൻ്റെ ബെൽറ്റും കനത്ത ചങ്ങലയും ഉണ്ടെന്നേ, എനിക്കിവിടെ സുഖം തന്നെ. അപ്പോൾ നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ശീർഷകം ഗദ്യഭാഗം വായിച്ച് ശീർഷകം നൽകി ഔചിത്യം വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇവിടെ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗദ്യഭാഗത്തിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു ശീർഷകം നൽകണം അല്ലേ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ശീർഷകം കൊടുക്കാവുന്നതാണ്. പൊൻകൂട്ടിലെ തടവുകാരനെന്നോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത സുഖമെന്നോ എന്തെങ്കിലും ഒരു ശീർഷകം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ശീർഷകത്തിൻ്റെ ഔചിത്യം നിങ്ങൾ എന്ത് ചെയ്യുക, വിശദീകരിച്ച് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ശീർഷകം എന്ത് കൊടുക്കാം, ഒന്നുമില്ലെങ്കിൽ എന്താ, സ്വതന്ത്രമല്ലാത്ത സുഖം എന്ന് എഴുതാം, എന്നില്ലെങ്കിൽ പൊൻകുട്ടിയിലെ തടവുകാരൻ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. ബെൽറ്റും കനത്ത ചങ്ങലയും കഴുത്തിലിട്ട് വീട്ടുതടങ്കലിൽ കഴിയുന്നൊരു നായയുടെ അവസ്ഥയാണ് വരികളിലുള്ളത്. നല്ല ഭക്ഷണവും സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ടെങ്കിലും ചങ്ങലയ്ക്കിടപെട്ട ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. ബാഹ്യമായ സുഖത്തേക്കാൾ വലുതാണ് സ്വാതന്ത്ര്യം എന്ന ആശയം നൽകുന്നതിനാൽ നൽകിയ ശീർഷകം തികച്ചും അനുയോജ്യമാണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടി, അച്ഛ, നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു, ഹായ് എന്ത് രസം. സംഭാഷണത്തിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്? ചന്ദ്രനും നിലാവും, മിന്നാമിനുങ്ങും തിളക്കവും, പ്രാണിയും ചിറകുകളും, രാത്രിയും ആകാശവും. എന്തിനെ കുറിച്ചാണ് പറയണത്? മിന്നാമിനുങ്ങും തിളക്കുവാണല്ലേ. ഓപ്ഷൻ ബി, മിന്നാമിനുങ്ങും തിളക്കവും. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്? കോമൺട്രോയുടെ പ്ലേയിൽ ടൈഗറിൻ്റെയും ചിറക് കൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. അപ്പോൾ പൂർണ്ണമായിട്ടും ശരി, പൂർണ്ണമായും തെറ്റ്, ഭാഗികമായി ശരി, ഇലകൾക്ക് പച്ച നിറം. തന്നിട്ടുള്ള അതിൽ ഏതാ ശരിയായിട്ടുണ്ടാവുക? പൂർണ്ണമായും ശരിയാണല്ലേ. പൂർണ്ണമായിട്ടും ശരി എന്നുള്ളതാണ് ആൻസർ. ഇനി ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എടുത്തെഴുതുക എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, 3A ക്വസ്റ്റ്യൻ വിശകലന കുറിപ്പും 3B താരതമ്യ കുറിപ്പാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത്, കൂടുതൽ എഴുതാൻ സാധിക്കുന്നത്, ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക. അപ്പോൾ 3A വിശകലന കുറിപ്പാണ്. പന്തും കായ്ക്കും കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ, മണ്ണു മാന്തിയെടുക്കുന്ന കൈകളിൽ പന്തുപോലൊന്നു കിട്ടിയാൽ നിർത്തണേ, ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണിടൂ, പന്തുകായ്ക്കും മരമായി വളർത്തുവാൻ. മോഹനകൃഷ്ണൻ കാലടിയുടെ വരികളാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. അതായത് വിശകലന കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പം എന്താണ് മോഹനകൃഷ്ണൻ കാലടിയുടെ പന്തുകായ്ക്കും എന്ന കുന്ന് എന്ന കവിതാഭാഗം മനുഷ്യൻ്റെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തെയും തകരുന്ന ബാല്യകാല ഓർമ്മകളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണല്ലേ. അപ്പോൾ കുന്നിടിച്ച് നിരത്തുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളോട് കവി അഭ്യർത്ഥിക്കുകയാണ്, മണ്ണെടുക്കുമ്പോൾ തങ്ങൾ ചെറുപ്പത്തിൽ പന്തു കായ്ക്കുന്ന മരമായി വളർത്തുവാൻ കുഴിച്ചിട്ട പന്തുകൾ കണ്ടാൽ ഒന്ന് നിർത്തി അറിയിക്കണേ എന്ന്. അതായത് കുട്ടിക്കാലത്തെ നിർദോഷമായ സ്വപ്നങ്ങളെയും കുട്ടികളെയും പ്രകൃതിയോട് ചേർത്ത് നിർത്തുകയാണ് കവി ഇതിലൂടെ ചെയ്യുന്നത്. കുന്നുകളും മരങ്ങളും നശിപ്പിച്ച് വികസനം നടത്തുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്നത് സ്വന്തം ഭൂതകാലവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമാണ്. വളരെ ലളിതമായ വരികളിലൂടെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, അല്ലെങ്കിൽ താരതമ്യ കുറിപ്പാണല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പുളകുമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞളെ പുൽകി നീക്കി, പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിത്തി നോക്കി. ശ്രേണി എന്ന് പറഞ്ഞ നിര എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം രമണൻ ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ പ്രകൃതി നമ്മൾ ആസ്വദിച്ചു അല്ലേ. അപ്പം രമണനിലെ വരികളും ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലേ. താരതമ്യ കുറിപ്പാണ് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിക്കുന്ന മനോഹരമായ വരികളാണ് ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിലും ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ചെങ്ങമ്പുഴ തൻ്റെ രമണൻ എന്ന പ്രശസ്തമായ കാവ്യത്തിൽ മലനിരകളുടെ മുകളിലേക്ക് പുലർകാലത്ത് മഞ്ഞുകടങ്ങൾ വീണു കിടക്കുന്നത് പുളകുമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂര്യരശ്മികൾ പ്രഭാതത്തിൽ മലനിരകളുടെ പിന്നിൽ നിന്ന് എത്തിനോക്കുന്ന കാഴ്ച ദൃശ്യസുന്ദരമായിട്ട് കവി ചിത്രീകരിക്കുന്നു. ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലാകട്ടെ സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ മാസ്മരിക ഭംഗിയും ശാന്തതയുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ വ്യത്യസ്ത യാമങ്ങളിലെ ദൃശ്യഭംഗിയെ ഉപമകളും രൂപകങ്ങളും ഉപയോഗിച്ച് മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് 2 കവിതകളുടെയും സമാനത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു താരതമ്യ കുറിപ്പ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.
ഇനി നോക്കിക്കേ, ചുവടെ കൊടുത്ത് 4A 4B എന്നീ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 4A ആസ്വാദനക്കുറിപ്പാണ്. നമുക്ക് നോക്കാം. മഴ മറന്നത് മയിലുകൾ പറഞ്ഞിരുന്നു. അവർ നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മഴ പറന്നെത്തുമെന്ന് തവളകളും പറഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ടാൽ മഴ ഓടിയെത്തുമെന്ന് പക്ഷേ കാറ്റ് പറഞ്ഞാണ് അറിയുന്നത്. മഴയ്ക്കിപ്പോൾ ഇവരുടെയൊന്നും ഭാഷ മനസ്സിലാകാറേ ഇല്ലെന്ന് EN ഷീജ. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന സന്ദേശമാണല്ലോ ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന യൂണിറ്റിലുള്ളത്. അപ്പോൾ കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആസ്വാദനക്കുറിപ്പാണല്ലേ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള ആത്മബന്ധവും ആ ബന്ധത്തിന് മനുഷ്യ ഇടപെടലുകൾ മൂലം സംഭവിക്കുന്ന വിള്ളലുമാണ് EN ഷീജയുടെ മഴ മറന്നത് എന്ന കവിതയുടെ പ്രമേയം. മയിലുകൾ നൃത്തം ചെയ്യുമ്പോഴും തവളകൾ കരയുമ്പോഴും ഓടിയെത്തിയിരുന്ന മഴ ഇപ്പോൾ അവരുടെ ഭാഷ മനസ്സിലാകാത്തതുപോലെ മാറി നിൽക്കുകയാണെന്ന് കാറ്റ് പറയുന്നു. പ്രകൃതിയുടെ സ്വാഭാവികമായ താളം തെറ്റിയതിനെയാണ് അവയുടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥത മൂലം പരിസ്ഥിതി നശിക്കുമ്പോൾ മഴയും പ്രകൃതിയും നമ്മിൽ നിന്ന് അകലുന്നു. ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശത്തിന് സമാനമായി ജീവജാലങ്ങളും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ ലളിതവും ആശയ ഗാംഭീര്യമുള്ളതുമായ വരികളിലൂടെ കവയിത്രി ഓർമ്മിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആസ്വാദനക്കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി നോക്കിയത് B ക്വസ്റ്റ്യൻ എന്താണ്? വർണ്ണനയാണല്ലേ. നോക്കെത്താ ദൂരത്തോളം പൂക്കളുടെ മല. വസന്തത്തിൻ്റെ ഉത്സവമാണ് മൂന്നാറിലെ കുറിഞ്ഞിപ്പൂക്കൾ. മൂന്നാറിലെ കുന്നുകളെയും കുറിഞ്ഞിപ്പൂക്കളെയും നിങ്ങൾ പരിചയപ്പെട്ടു. കണ്ടും കേട്ടും വായിച്ചും ആസ്വദിച്ച ഒരു പ്രകൃതി ദർശിച്ച് വർണ്ണിച്ചെഴുതാൻ, അതായത് ഒരു വർണ്ണനയാണല്ലേ നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തൊരു പ്രവർത്തനമാണിത്. അപ്പോൾ നമുക്ക് വർണ്ണന നോക്കാം. താഴ്വരയിലെ വസന്തം. പച്ച ഉതച്ച കുന്നിൻ ചെരുവുകളും മൂടൽ മഞ്ഞിന്റെ കുളിർമയും നിറഞ്ഞ മനോഹരമായൊരു മലനിര. നോക്കെത്താ ദൂരത്തോളം പർപ്പിൾ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞിപ്പൂക്കൾ. വസന്തത്തിന്റെ വലിയൊരു ഉത്സവം തന്നെ തീർത്തിരിക്കുന്ന ഇളങ്കാറ്റിൽ പൂക്കൾ തങ്ങി തഴുകുമ്പോൾ സുഗന്ധം വായുവിൽ നിറയുന്നു. ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ കുഞ്ഞിൻ ചെരുവുകളിൽ പതിക്കുമ്പോൾ മഞ്ഞുമണികൾ മുത്തുമണികൾ പോലെ തിളങ്ങുന്നു. താഴ്വരയിൽ നിന്ന് ഉയരുന്ന കിളികളുടെ കളകൂചനവും നീരൊഴുക്കിന്റെ സംഗീതവും പ്രകൃതിയെ ഒരു സ്വപ്ന ലോകമാക്കി മാറ്റുന്നു. മനസ്സിലെന്നും മായാതെ നിൽക്കുന്ന പ്രകൃതിയുടെ അപൂർവ ദൃശ്യ അനുഭവമാണിത്. അപ്പം നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തെ ഇതുപോലെ എന്ത് ചെയ്യുമെന്ന് വർണ്ണിച്ച് എഴുതി നോക്കുക. ഒക്കെ നോക്കിക്കേ, കഥാപാത്ര നിരൂപണമാണ്. പിക്ലുവിനെയും ചേട്ടനായ ടോട്ടനെയും ഓർമ്മയില്ലേ? ടോട്ടൻ കഥാവസാനം പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. ടോട്ടന്റെ രൂപം, വേഷം, പ്രായം, സ്വഭാവം, കിളികളോടുള്ള ഇടപെടൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ടോട്ടനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണല്ലേ നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മൾ കഥാപാത്ര നിരൂപണമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കഥാപാത്ര നിരൂപണം നിങ്ങൾ എഴുതി നോക്കുക. അവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്, അതുപോലെ എഴുതാനില്ല. നിങ്ങൾ പഠിച്ചു വെച്ചത് തന്നെ നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഗ്രാമീണ പശ്ചാത്തലമുള്ള സാധാരണക്കാരനായ ചടുലതയുള്ള ഒരു ബാലനാണ് ആര്? ടോട്ടൻ അല്ലേ. പ്രാരംഭത്തിൽ അടക്കി ഭരിക്കാനുള്ള വാസനയും ആധിപത്യ മനോഭാവം കാട്ടുന്നുണ്ടെങ്കിലും ഉള്ളിലും സ്നേഹവും കരുണയും ഉള്ള കുട്ടിയാണ്. പക്ഷികളെ കൂട്ടിൽ പൂട്ടിയിടാൻ ശ്രമിക്കുമ്പോഴും അവയുടെ യഥാർത്ഥ സന്തോഷം ആകാശത്തിന് സ്വതന്ത്രമായി പറന്നു നടക്കുന്നതിനാണെന്ന കഥയുടെ അവസാനത്തിൽ അവൻ തിരിച്ചറിയുന്നു. കിളിയുടെ സ്വാതന്ത്ര്യ ദാഹം മനസ്സിലാക്കി അതിനെ തുറന്നുവിടാൻ തയ്യാറാകുന്നതിലൂടെ ടോട്ടൻ സ്വാർത്ഥതയിൽ നിന്നും വിശാലമായ പ്രകൃതി സ്നേഹത്തിലേക്കും സഹജീവി സ്നേഹത്തിലേക്കും വളരുന്നതായിട്ട് കാണാം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണം ഇവിടെ എഴുതുക. ഇത് നോക്കിക്കേ, പത്രവാർത്തയാണ്. ഗവൺമെൻറ് UPS മേലെപ്പറമ്പ് ബഷീർ ദിനാചരണം സുൽത്താൻ്റെ ലോകം 2025 ജൂലൈ 5 രാവിലെ 10 മണി. ഉദ്ഘാടനം ഡോക്ടർ രാജൻ മേലെപ്പറമ്പ്, എഴുത്തുകാരൻ. കാര്യപരിപാടി ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം, ബഷീർ പുസ്തക പ്രദർശനം, ബഷീർ പ്രശ്നോത്തരി. അപ്പോൾ വിദ്യാലയത്തിൽ നടന്ന ബഷീർ ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബാനറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാനറിനെ ആസ്പദമാക്കി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ദിനാചരണത്തിന് ശേഷമുള്ള പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക?
ആ ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് സ്ഥലം എഴുതാം. മേലേപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് മേലേപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബഷീർ ദിനാചരണം എന്ന എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ രാജൻ മേലേപ്പറമ്പ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ബഷീർ സാഹിത്യം മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി. പാത്തുമ്മയുടെ ആട്, മജീദ്, സുഹറ തുടങ്ങിയ കഥാപാത്രങ്ങൾ വേദിയിൽ പുനർജനിച്ചു. തുടർന്ന് ബഷീറിൻ്റെ പുസ്തകങ്ങളുടെയും പ്രദർശനവും വിദ്യാർത്ഥികളായി ബഷീർ പ്രശ്നോത്തരി മത്സരവും നടന്നു. വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ്, ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു പത്രവാർത്ത തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.